ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോഴിക്കോട് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ ഹൗസ് വാമിങ് പെട്ടെന്ന് ധൃതിയിലാക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പം മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി കോളിഫ്ലവർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നാൽ അത് കുറച്ച് സമയം എടുക്കുമല്ലോ. അത് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ തലേ ദിവസം ചൂടുവെള്ളത്തിലിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചതായിരുന്നു. അപ്പോൾ അതും പൊട്ടാറ്റോയും ഇട്ടിട്ട് ഒരു കറിയും പിന്നെ സീയപ്പം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാ കുക്കർ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതാ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സീയപ്പത്തിനുള്ള മാവ് റെഡിയാക്കട്ടെ. അപ്പോൾ കറിയിലേക്കുള്ള സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അടച്ചിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്.
ഈ ഒരു സീയപ്പം നമുക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അതുകൊണ്ട് നേരം വൈകുന്ന ദിവസങ്ങളിലൊക്കെ അധികം ഈ ഒരു സീയപ്പാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ കറിയിലേക്കുള്ള പൊട്ടാറ്റോയും അതുപോലെ കോളിഫ്ലവറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചൊഴിക്കുകയാണ്. അങ്ങനെ മക്കൾ സ്കൂളിൽ പോയി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയൊക്കെ അടുത്ത ദിവസം, ഞാൻ ഈ വീഡിയോ എടുക്കണ അടുത്ത ദിവസം ഉമ്മ ഇപ്പം സൗദിക്ക് പോവുമായിരുന്നു കേട്ടോ. ഒരു മുന്നത്താത്താൻ്റെയും കാക്കാൻ്റെയൊക്കെ അടുത്തേക്കാണ് പോണത്. ഷെയ്ൻ്റെ ഹസ്ബൻഡില്ല റഫീഖാക്ക, അവരുടെ കൂടെയാണ് പോണത്. അപ്പോൾ അതിന് അവർക്ക് കൊണ്ടുപോകാനുള്ള ചട്ടിയൊക്കെ ഇട്ടത്. മുന്നത്താത്തൊരു ചട്ടി വേണമെന്ന് പറഞ്ഞപ്പം അതൊന്ന് മയക്കിയെടുക്കുകയാണ്, കഞ്ഞിവെള്ളം വാഴത്തണ്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ മീനൊക്കെ മസാല തേച്ച് വെച്ചു ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും നമുക്ക് ഇന്നത്തെ ദിവസത്തിന് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മീൻ മസാല തേച്ചത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഉപ്പേരിയായിട്ട് വഴുതനയും പിന്നെ ഈ ഒരു പൂളയും, അതായത് കപ്പയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചക്കായ ഉണ്ടെങ്കിൽ പച്ചക്കായയും ചേർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വഴുതനയും കപ്പയും കൂടെ മാത്രം ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനത് മുന്നേ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ കുറച്ച് കറിയായിട്ട് മീൻ കറി തലേ ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല. ഇപ്പോൾ നമ്മളുടെ ചീനച്ചട്ടി ഒന്ന് മയക്കിയെടുത്ത് അതിൽ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്, അത് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ പെട്ടെന്ന് ആക്കാൻ കാരണം ഇതാണ് കേട്ടോ. ഉമ്മ ഇപ്പൊക്കെ സൗദിക്ക് പോകണോണ്ട് നമ്മൾ 2 മാസത്തെ വെക്കേഷൻ്റെ സമയത്ത്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് കയറി ഇരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവർ ഉണ്ടാവില്ല നാട്ടിൽ, അതുകൊണ്ട് ഒരു പോണേൻ്റെ മുന്നേ ഒന്ന് ഹൗസ് വാമിങ് കഴിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തത്. അപ്പം ആരോ ഒന്ന് കമൻറ്റിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നാൽ പോരെ. ഞാൻ അതിൽ പറയുന്നുണ്ട് 3 മണി വരെയൊക്കെ പണിക്കാരുണ്ടായിരുന്നു, പുലർച്ചെ വരെ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമുക്ക് ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയത്. അതാ വഴുതനങ്ങയും കപ്പയൊക്കെ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്രേ ഉള്ളൂ സംഭവം. ഈ ഒരു ഉപ്പേരി നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പേരി എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു കൂട്ടാനായിട്ടൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ക്ലീനിങ് പരിപാടിയിലാണ്.
ഇതാ നമ്മളുടെ മയക്കിയെടുത്ത ചീനച്ചട്ടി അതൊക്കെ ആ ഉള്ളിയൊക്കെ കളഞ്ഞിട്ട് ഇനി നല്ലോണം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ചോറ് വെക്കുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും, അത് കളയും, വീണ്ടും കഞ്ഞിവെള്ളം തിളപ്പിക്കും, അങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും കൂടെ ലാസ്റ്റ് വഴറ്റി കഴിഞ്ഞപ്പം അധികം കറയൊന്നും കാണണമൊന്നുമില്ല, നല്ല മയങ്ങി വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി ഇതൊന്ന് തുടച്ചിട്ട് കുറച്ച് നല്ലെണ്ണയൊക്കെ എല്ലായിടത്തും തേച്ച് കൊടുത്ത് ഒന്ന് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ അടുത്ത് സീയപ്പച്ചട്ടി എങ്ങനെ മയക്കിയെടുക്കലെന്നൊക്കെ ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പം അതും ഈ ഒരു രീതിയിൽ തന്നെയാണ് മയക്കിയെടുക്കൽ. മയക്കിയെടുക്കുക എന്ന് പറയുന്നത് സീസൺ ചെയ്യണേനാണ് കേട്ടോ. നമ്മളിവിടെ അങ്ങനെയാണ് പറയുക, അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞതാണ്. അങ്ങനെ ഇതാ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഓരോ കഥകൾ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, പഴയ കാലത്തൊക്കെ. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇതാണ് ഉപ്പേരി, പിന്നെ ഇതാ കുറച്ച് മീൻ കറി ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതും. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ഞാനൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ കുളിക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് കിടന്നൊക്കെ എണീറ്റപ്പം എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയൊക്കെ ഉമ്മാനും ഉപ്പാനെയും കാണാൻ വന്നതാട്ടോ. അടുത്ത ദിവസം പോവുമല്ലേ, അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. മക്കളൊക്കെ സ്കൂൾ വിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അതീവയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അങ്ങനെ തിരിച്ചു പോയി. ഉമ്മാൻ്റെ കൃഷിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വന്നപ്പോൾ ബ്രോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതൊക്കെ കഴിച്ചു. ഉമ്മിപ്പൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും കൊപ്രയായിട്ടും അങ്ങനെ ചിരകി എടുത്തിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ വരുന്ന ചേച്ചി ഒക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മത്തന്, നമ്മളെ വീട്ടിലുണ്ടായ മത്തനാണ്, വലിയ മത്തനായിരുന്നു. പിന്നെ കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. മത്തനിത് നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. വലിയ മത്തനായിരുന്നു. ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇതവിടെ പെട്ടികെട്ടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഷെസിന് അതൊക്കെ ലോക്ക് ചെയ്തിട്ട് തലേദിവസം രാത്രി തന്നെ കാറിലേക്ക് കൊണ്ടുവെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ 5 മണി 5:30 ആകുമ്പോഴാണ് എയർപോർട്ടിലേക്ക് ഇറങ്ങണത്. അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ ഉള്ള ബാഗ് ഇപ്പോൾ തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഉമ്മയ്ക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 5:30 ആകുമ്പോൾ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
ഞാനും അസ്കർക്കും ഷെയും ഷെസിനും ആണ് കേട്ടോ എയർപോർട്ടിൽ പോണത്. ഷെസിന് സ്കൂളിലേക്കുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പോരുന്നത്. അവർക്ക് വന്നിട്ട് സ്കൂളിൽ പോകാനുണ്ട്. അപ്പം കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടു. ഷെസ് അതാ യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞു. ഷേസൊക്കെ നല്ല സങ്കടമുണ്ട്, ഉമ്മാക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ ഷേസിനെ വിട്ടു പോവാൻ. ഇപ്പം ഉമ്മ ഇപ്പം മുന്നാത്താൻ്റെ ഒക്കെ അടുത്തേക്ക് നല്ല സന്തോഷത്തിൽ പോവുകയാണെങ്കിലും യാത്ര പറയുമ്പോൾ നമുക്കൊക്കെ ഒരു സങ്കടമാണല്ലോ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ സൗദിക്ക് പോയി. അൽഹംദുലില്ലാ നല്ല സുഖമായിട്ട് അവിടെ എത്തിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.